കഴിഞ്ഞ 2 ദിവസമായി 14 മണ്ഡലങ്ങളിലെ ഫലസൂചന പി-മാർക്ക് നൽകുകയുണ്ടായി. കേരളത്തിൽ ഈ 14 മണ്ഡലത്തിൽ ആരൊക്കെയാണ് മുന്നിലെന്ന് ഒന്നുകൂടി കണ്ടുവരാം. വരുന്നു 14 മണ്ഡലങ്ങളിലെ ഇതുവരെയുള്ള റിസൾട്ട്. അഭിപ്രായ സർവേ ഇതുവരെ പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരം UDF, ആറ്റിങ്ങൽ UDF, കൊല്ലം UDF, പത്തനംതിട്ട UDF, ആലപ്പുഴ UDF. ആലപ്പുഴ, കോട്ടയം, ചാലക്കുടി ഒക്കെ UDF-ന്റെ കിറ്റിയിലാണ്. മലപ്പുറം, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF-ന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. കണ്ണൂർ, വടകര, പാലക്കാട് LDF, മാവേലിക്കര തുല്യം. യെസ്, ഇതാണ് ഇന്നലെ വരെ കഴിഞ്ഞ 2 ദിവസമായി മാതൃഭൂമി ന്യൂസ് പി-മാർക്ക് അഭിപ്രായ സർവേയിൽ ഫല സൂചന നൽകിയിട്ടുള്ള മണ്ഡലങ്ങൾ. ഈ പല മണ്ഡലങ്ങളിലും പക്ഷേ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. തിരുവനന്തപുരത്ത് ഉള്ള പ്രത്യേകത CPI പന്ന്യൻ രവീന്ദ്രൻ രണ്ടാമത്, BJP മൂന്നാമതാകുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ വ്യക്തമായിട്ട് അടൂർ പ്രകാശ് മുന്നിലാണ്. കൊല്ലത്ത് അതിനേക്കാൾ ഒരു വലിയ ഗ്യാപ്പിൽ പ്രേമേന്ദ്രൻ UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. പത്തനംതിട്ടയിൽ BJP-യും CPM-ഉം രണ്ടാം സ്ഥാനത്ത് തുല്യം 31% നിൽക്കുന്നു. നേരിയ 2% എഡ്ജ് ആന്റോ ആന്റണിക്കുണ്ട്. ആലപ്പുഴയിൽ അതുപോലെ തന്നെ KC വേണുഗോപാൽ UDF സ്ഥാനാർത്ഥി മുന്നിലാണെന്നാണ് അഭിപ്രായ ഫലം സർവേ ഫലം പറയുന്നത്. കോട്ടയത്ത് 1% മാത്രം ഫ്രാൻസിസ് ജോർജ് മുൻപിലാണ് എന്നുള്ളതാണ് അഭിപ്രായ സർവേ പറയുന്നത്. അതേസമയം ചാലക്കുടിയിൽ കംഫർട്ടബിൾ ആയിട്ട് UDF, മലപ്പുറത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. മലപ്പുറം വളരെ കംഫർട്ടബിൾ ആയിട്ട് UDF മുമ്പിലാണ്. വയനാട് ഹ്യൂജ് ആയിട്ടുള്ള ഭൂരിപക്ഷം ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകും. കാസർഗോഡ് ഇത്തവണയും UDF നിലനിർത്താനാണ് സാധ്യത എന്ന് ഈ സർവേ പറയുന്നു. കണ്ണൂരിൽ MV ജയരാജൻ CPM സ്ഥാനാർത്ഥി മുന്നിലാണെന്ന് അഭിപ്രായ സർവേ ഫലം പറയുന്നു. വടകരയിൽ KK ശൈലജ മുന്നിലാണ്. ഏതാണ്ട് 6%. ഷാഫി പറമ്പിലിനേക്കാൾ 6% എഡ്ജ് വടകരയിൽ ശൈലജ ടീച്ചർക്കാണ് എന്നുള്ളത് കൗതുകകരമായ റിസൾട്ടാണ്. പാലക്കാട് LDF തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സർവേയിൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും CPI സ്ഥാനാർത്ഥി അരുൺകുമാറും തുല്യം. അപ്പോൾ ഇതാണ് നമ്മൾ 14 മണ്ഡലങ്ങളെ കണ്ടു കഴിഞ്ഞു. ഇനി 6 മണ്ഡലങ്ങൾ ബാക്കി.